നല്ല ഭംഗിയുണ്ട്. ഞാൻ തിരി എണ്ണാൻ തുടങ്ങാം. 1, 2, 3. അങ്ങനെ എണ്ണല്ല. ശരിയാണ്, അത് MV കവരത്തിയാണ്. ലക്ഷദ്വീപ് ദ്വീപുകളിലേക്കുള്ള യാത്രക്കാർക്കും ചരക്കുകൾക്കും വേണ്ടിയുള്ള കപ്പലാണത്. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടോ? ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. അതെന്താണെന്ന് പറയാമോ? തീർച്ചയായും. കടലിൽ തിരമാലകൾ ശക്തമായി അടിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ തിരി എണ്ണാൻ തുടങ്ങാം. 1, 2, 3. അങ്ങനെ എണ്ണല്ല. തിര എണ്ണേണ്ടപ്പോൾ തൽക്കാലം. ഇതെന്താന്ന് പറഞ്ഞേ? ശരി, തിര വരുമ്പോൾ എണ്ണാമോ? 1, 2, അതല്ല. 3. ഇപ്പൊ കാണുന്നത് എന്താണ്? സൂം ചെയ്തിട്ടുണ്ട്. എന്താണ് കാണുന്നത്? ആ വെള്ളത്തിലൂടെ പോകുന്ന കപ്പൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. കപ്പലാണെന്ന് മനസ്സിലായോ അല്ലേ? അതിന്റെ നിറം എന്താണ് കപ്പലിന്റെ? അതെ, അതൊരു കപ്പലാണ്. അത് വെള്ളയും ചാരനിറവും കലർന്നതാണ്. ഈ കപ്പൽ ഇപ്പോൾ കരയിൽ നിന്ന് എത്ര ദൂരെയാണെന്ന് പറയാമോ? ഈ കപ്പൽ തീരത്ത് നിന്ന് കുറഞ്ഞത് 1 കിലോമീറ്റർ അകലെയാണുള്ളത്. കപ്പലിന്റെ പേര് പറയാമോ? ക്ഷമിക്കണം, കപ്പലിന്റെ പേര് വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ കാണുന്നുണ്ടോ? ഇപ്പോൾ കാണുന്ന കപ്പലിന്റെ പേര് ദ്വീപ് രക്ഷിണി എന്നാണ്. ഇത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലാണ്. അതൊന്നുമല്ല, ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കൂ. ശരിയാണ്, അത് ദ്വീപ് രക്ഷകാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അത്യാധുനിക പട്രോളിംഗ് കപ്പലാണത്. എന്തെങ്കിലും സഹായം വേണോ? അതൊന്നുമല്ല, ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കൂ. ശരിയാണ്, അത് MV കവരത്തിയാണ്. ലക്ഷദ്വീപ് ദ്വീപുകളിലേക്കുള്ള യാത്രക്കാർക്കും ചരക്കുകൾക്കും വേണ്ടിയുള്ള കപ്പലാണത്. കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടോ? മൂന്നാമത്തെ തവണയാണെങ്കിലും ശരി ഉത്തരം പറഞ്ഞു. ശരിയാണ്, അത് MV കവരത്തിയാണ്. ലക്ഷദ്വീപ് ദ്വീപുകളിലേക്കുള്ള യാത്രക്കാർക്കും ചരക്കുകൾക്കും വേണ്ടിയുള്ള കപ്പലാണത്. ദാറ്റ്സ് ഗുഡ്, കൺഗ്രാജുലേഷൻസ്. ഇതിപ്പോൾ എവിടെയാണ് നിർത്തിയിട്ടിരിക്കുന്നത് പറയാമോ?